ഷെയറിംഗ് പൊന്നന്താനം. ബ്രേക്ക് ഇട്ട് അങ്ങനെ ഓർഷ ബ്രേക്ക് വന്നു കേട്ടോ. അകലേന്ന് ചെയ്യണം, ഇച്ചോടെ അകലേന്ന്. പയ്യപ്പെട്ടു വലിയ സ്പീഡിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിയന്ത്രിച്ച് പോകും അതിൻ്റെ രീതിയിൽ കേട്ടോ. നമ്മൾക്ക് 4th 5th ഒക്കെ ഇട്ടാൽ കൂടെ അതല്ല, നമ്മൾ ആ റോഡിൻ്റെ ഒക്കെ സിറ്റുവേഷൻ അനുസരിച്ചും ആ വളവും പുളവും വെച്ച് ഓടിക്കും കേട്ടോ. ഇതിലേക്ക് വണ്ടി വരുമ്പം ബ്രേക്കൊക്കെ കാല് വരണം കേട്ടോ. അത്ര അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ബ്രേക്കേ കാല് വരണം, ബ്രേക്കേല് കേട്ടോ. അപ്പോൾ അവിടെ എവിടെ വണ്ടി ചെതറി വരുന്നുണ്ടോ, നമ്മുടെ പിന്നെ ഫ്രണ്ടിലോട്ട് കയറി നമ്മുടെ ട്രാക്കിലോട്ട് കയറി. ബ്രേക്കേ കാല് വെച്ച് പോകണം. അകലം കുറയും തോറും, ഫ്രണ്ടിലെ വണ്ടിയുടെ അകലം കുറയും തോറും അപകടമില്ലെന്നുള്ള ഉറപ്പ് വരുത്തി നമ്മൾ പോകണം കേട്ടോ. എല്ലാ വളവിലും ബ്രേക്ക് കാല് വരണം. ഒരു വളവിലും വണ്ടി ഓവർടേക്ക് ചെയ്യരുത്. ഓവർടേക്കിങ് ചെയ്യരുത്. അതുപോലെ തന്നെ കാൽനടക്കാരുടെ ഇത് കൂടെ ഉണ്ട്, അതൊക്കെ അനുസരിച്ച് കണ്ടു പോകണം. അപ്പോൾ ബ്രേക്ക് കാല് വന്നാണ് ആ ഭാഗത്തേക്ക് കേട്ടോ. വളവാണ്, ബ്രേക്ക് കേട്ടോ. ഇങ്ങനെ വെള്ളവര നീട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാരണവശാലും മറികടന്ന് പോലെന്നാണ് അർത്ഥം കേട്ടോ. റോഡ് മാർക്കിങ് ശ്രദ്ധിച്ച് പോകണം. അങ്ങനെ കിടക്കുന്ന വണ്ടിയോട് 3 അടി മാറി പോകണം കേട്ടോ. ഡോറ് തുറക്കാൻ സാധ്യതയുണ്ട്, ആൾക്കാർ വട്ടം ഇറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞേക്കാണെങ്കിൽ ഇത് ആരും ഈ വീഡിയോ കാണുന്നവരെങ്കിലും മനസ്സിലാക്കിക്കോട്ടെ എന്നോർത്ത് പറഞ്ഞു. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിന് കാലെടുത്തോണം, ഇടത്തോട്ട് സ്റ്റിയറിംഗ് പിടിച്ചോണം.
ബ്രേക്ക് കേട്ടോ കേട്ടോ, ബ്രേക്ക് കെട്ടി കേട്ടോ, ബ്രേക്ക് കെട്ടിക്കണം കേട്ടോ. ഈ വളവിൽ ആൾക്കാർ ഓവർടേക്ക് ചെയ്ത് കയറി വരും. അറിയത്തില്ല, നിയമം അറിയത്തില്ലാത്ത കാരണമാണ് കേട്ടോ. ഒരു കാരണവശാലും വളവിൽ എടുത്താൽ 10 കിലോമീറ്റർ സ്പീഡാണ് നമ്മൾ 8 കിലോമീറ്റർ സ്പീഡിന് ഓടിക്കേണ്ടത്. അത് 2 വീലറുകാരെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അവർക്ക് ബാലൻസ് ഇല്ല, പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് എല്ലാ വളവിലും ഒരു വണ്ടി ഇങ്ങ് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ വണ്ടി ഓടിക്കണം. എല്ലാ വളവിലും ഒരു വണ്ടി റോഡ് നിറച്ചിങ്ങ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പോകണം കേട്ടോ. ഒരുത്തം കയറി വരുന്നുണ്ടോ വളവിൽ? വേറെ എങ്ങും കണ്ടില്ല. വേറെ ഒരുത്തിൽ നിന്നൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ വണ്ടി ഓടിക്കണം കേട്ടോ. അതും കൂടെ ശ്രദ്ധിച്ച് ഓടിക്കണം. അവരിൽ നിന്നൊരു അപകടം ഉണ്ടാകാതെ നമ്മൾ നോക്കണം. ഡിഫൻസീവ് ഡ്രൈവ് എന്ന് പറയാൻ കേട്ടോ. നമ്മളൊരു ബസ് കയറി വരുന്നുണ്ട്, അപ്പം ബ്രേക്കൊക്കെ കാല് വെക്കണം. നമ്മൾ ട്രാക്കിലാണ് വണ്ടി കയറി വരുന്നത് അല്ലേ? അപ്പം നമ്മൾ ശ്രദ്ധിച്ച് മാറിപ്പോണം. ഇനി ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ സ്ലോ ഡൗൺ, ഹാൻഡ് സിഗ്നലിനകത്തോടെ 5 എണ്ണം സ്ലോ ഡൗൺ കാണിച്ച് സ്റ്റോപ്പ് കാണിച്ചുകൊണ്ട് നിർത്തുക കേട്ടോ. ബ്രേക്കോട്ട് നിർത്തിക്കും. ഓക്കെ, നിർത്തി.